40 കോടി രൂപയ്ക്ക് അടുത്തവര് പിരിച്ചില്ലേ? അത് കൃത്യമായിട്ട് ടൗൺഷിപ്പ് അവിടെ നിർമ്മിച്ചില്ലേ? നല്ല വീടുകൾ വന്നില്ലേ? ആ വീട്ടിൽ മനുഷ്യർ കയറി താമസിക്കുന്നില്ലേ? അപ്പൊ മുസ്ലിം ലീഗ് ഇതേ ആപ്പ് ഉപയോഗിച്ച് പിരിക്കുന്നു. ആ 36-40 കോടിയോളം പിരിക്കുന്നു. അവിടെ വീടുകൾ ഉയരുന്നു, അവിടെ ടൗൺഷിപ്പ് ഉയരുന്നു. ആർക്ക് സംശയമില്ല, നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഒരു ആക്ഷേപവും ഇല്ല. പക്ഷെ നോക്കൂ, ഇവിടെ കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താ ആക്ഷേപം ഉണ്ടാവാനുള്ള കാര്യം? ആപ്പ് കാണുന്നില്ല, ആപ്പും കാണുന്നില്ല, ആപ്പിനകത്തൊരു കണക്കും കാണുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ശരിക്കും അവിടെ കോപ്പും കാണുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതിനിടയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാവും. ഒരു ചെറിയ മൂളിച്ച കേൾക്കാം. ആ മൂളിച്ച നമ്മുടെ പരുത്തിക്കുരു എന്നൊക്കെ പലപ്പോഴും പല ആൾക്കാരും പറയുന്ന ആ ഒരു നമ്മുടെ വാർത്താ അവതാരകരുടെ ചില മൂളലാണ്. ഈ മൂളലൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ രസകരമായ ഒരു കാര്യം പറയാം. ഒരു പക്ഷേ നിങ്ങൾ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു ഭരണം, നിലനിൽക്കുന്ന ഒരു ഭരണം അവസാനിക്കുന്നതോട് കൂടിയിട്ട് അടുത്ത ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷനും മറ്റും നടക്കും. വളരെ സ്വാഭാവികമായിട്ടും നിലവിൽ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടിക്കെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളായിരിക്കും വരിക. സ്വാഭാവികമായിട്ടും നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ മുൻനിർത്തിയിട്ടായിരിക്കും മിക്കവാറും ആ ഒരു ഇലക്ഷൻ മുന്നോട്ട് പോവുക. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ഒരു ആരോപണവും ഇല്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിനെതിരെയാണ് എല്ലാ ആരോപണവും. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു രസകരമായ ചരിത്രത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഈ ഒരു അവതാരികയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുന്ന രീതിയിലാണ് അരുൺകുമാർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കോൺഗ്രസ് പിരിച്ച പോലൊക്കെ തന്നെയാണ് ലീഗുകാരും പൈസ പിരിച്ചത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ലീഗുകാര് ആ വീടുണ്ടാക്കി കൊടുത്തു കേട്ടോ. വീടുണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, ആ വീട്ടിലേക്കുള്ള ഫേർണിച്ചർ അടക്കം അങ്ങനെയാണ് ആ വീട് കൊടുത്തത്. പക്ഷേ ഏകദേശം 58 കോടിയോളം പിരിച്ച ഈ കോൺഗ്രസിന്റെ ഈ ഒരു ഫണ്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലാകെ ബാക്കിയുള്ളത് വെറും 5-6 കോടി രൂപ മാത്രമാണെന്നാണ്. അത്രയും മോശമാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരത്ര മോശപ്പെട്ട ആളുകളല്ല. വെറും 5 കോടി മാത്രം പിരിക്കാൻ താക്കത്തുള്ള, അത് മാത്രമുള്ള ഒരു കഴിവുള്ള ഒരാൾക്കാരായിട്ട് അവരെ അങ്ങോട്ട് താത്തിക്കളയരുത്. എത്രയോ കോടാനുകോടി രൂപകൾ അവർക്ക് വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. എന്നിട്ടും ഇത് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് വിശ്വസിക്കാൻ നമ്മൾ മലയാളികള് പൊട്ടന്മാരായി തീരണ്ടേ, അല്ലെങ്കിൽ വി ഡി സതീശന്റെ അടിമകളായി തീരണ്ടേ? നമ്മളതല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ചിന്തിക്കും. കേരളക്കാരായിട്ടുള്ള നമ്മൾ അത് ചിന്തിക്കുക തന്നെ വേണം. ഒരുപാട് വലിയ സാമ്പത്തികം കൈമാറുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കേരള ഗവൺമെന്റ് എന്ന് വിളിക്കുക. ദയവ് ചെയ്ത് ഇത്തരം കള്ളന്മാരുടെ കയ്യിലേക്ക് നമ്മുടെ ഈ ഗവൺമെന്റിനെ കൊണ്ടുചെന്ന് എത്തിക്കരുതെന്ന് മാത്രം തുടക്കത്തിൽ തന്നെ പറയട്ടെ. ഇനി വധമാണ്, വധം നിങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ സുജയല്ല, കേൾക്ക്. പ്രശ്നം അവിടെയാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിക്കുമ്പോൾ ജനങ്ങളെന്ന് വിശ്വസിക്കാൻ നിർബന്ധിതരാകും. അതിനിടയ്ക്കാണ് ഈ കണക്ക് വന്നത്. കണക്ക് കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ സ്മൃതി, നമ്മുടെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റൂല. ചില ആളുകളൊക്കെ എഴുതി തള്ളും. ആ പ്രസ്ഥാനം സാധാരണക്കാരായ മനുഷ്യർക്ക് കൂലിപ്പണി എടുത്തും അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നാണ് 20 കോടി രൂപ, എത്ര 20 crores ഇപ്പോ കോൺഗ്രസ് എന്ന ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ദേശീയ പാർട്ടി ഉണ്ടാക്കിയതിന്റെ 4 ഇരട്ടി കേരളത്തിലെ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. 20 കോടി രൂപ മുസ്ലിം ലീഗ്. ഇതൊക്കെ എന്തോ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെയാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് ഇരുന്ന് കേൾക്കുന്നേ. മിണ്ടുന്നില്ല, നിശബ്ദമാണ്. കനകോലുവിന്റെ സംഭാവന കിട്ടി താൻ ഇനി എങ്ങനെയാണ് ഈ കോൺഗ്രസിൽ നിന്ന് സംരക്ഷിക്കുക എന്നറിയാതെ പിരിവെട്ടിയിരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് മുഴുവൻ അബദ്ധമായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ കേൾക്കാം. 2 ജില്ലകളിൽ മാത്രം വലിയ ഡൊമിനൻസ് ഉള്ള ഒരുപക്ഷെ കേരള പാർട്ടി എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചതിന്റെ 8 മടങ്ങ് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കണക്കുമായിട്ട് വരികയാണ്. 5,38,00,000 രൂപ. ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൂടി വന്നിട്ടുണ്ട്. അതിനകത്ത് യൂത്ത് കോൺഗ്രസ് പിരിച്ച 1,50,00,000 കൂടി വരും എന്നുള്ളതാണ്. അതായത് 4,33,00,000 രൂപ മാത്രമാണ് കോൺഗ്രസ് പിരിച്ചിരിക്കുന്നത് എന്നാണ്. ആപ്പിൽ ഈ വിവരം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ധനലക്ഷ്മി ബാങ്കിലായിരുന്നു അക്കൗണ്ട് എന്ന് പറയുന്നു. അക്കൗണ്ടിന്റെ വേറെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ടോ? പുറത്തു വന്നിട്ട് നമ്മൾ ഏറ്റവും രസകരമായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാതെ പോയ കാര്യം, ഇവര് എന്തുമായിട്ടാണ് വന്നേ? ഏതെങ്കിലും ധനലക്ഷ്മി ബാങ്കിന്റെ പ്രിന്റഡ് ആയിട്ടുള്ള വില കടലാസുമായിട്ടാണോ വന്നേ? അല്ല, ഇവിടെ തന്നെ എന്തോ ഒരു മുദ്രാവാക്യമൊക്കെ എഴുതി വെച്ച ഒരു നോട്ടീസിന്റെ പുറകില് നീലമഷിപ്പേനെ കൊണ്ട് എഴുതി വെച്ചൊരു കണക്കുമായിട്ടാണ് വന്നേ.
നാട്ടുകാരുടെ മുമ്പിൽ ഒരു കണക്ക് അവതരിപ്പിക്കണം. ഈ കണക്കിന്റെ പേരിൽ ഇപ്പൊ ബുദ്ധിമുട്ടിയിട്ട് പണ്ടാറടങ്ങി കിടക്കുകയാണ്. എവിടെ ചെന്നാലും കണക്ക് കണക്ക് കണക്ക്. എന്തെങ്കിലും ഒരു കണക്ക് കൊണ്ടുപോയി അവതരിപ്പിക്കണോ എന്ന് സണ്ണി ജോസഫിനോട് കഴിഞ്ഞ ദിവസം രാത്രി എങ്ങാണ്ട് നമ്മുടെ VD സതീശൻ ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും താനൊന്ന് ചെയ്യടോ. സണ്ണി ജോസഫ് ഇരുന്ന് കണക്കുണ്ടാക്കി. അതിനുമുമ്പ് സണ്ണി ജോസഫിന് വേറെ അബദ്ധം പറ്റി. തലേദിവസം പറഞ്ഞത് എത്രയാണ്, 5 കോടിയോ 3 കോടിയോ എങ്ങാണ്ട് ചെലവഴിച്ചു എന്നാണ്. സഡനായിട്ട് കാര്യങ്ങളൊക്കെ മാറി പറയുന്നു. ഒറ്റയടിക്ക് 6 കോടിയിലേക്കൊക്കെ സംഗതി എത്തുന്നു. സണ്ണി ജോസഫിന് തെറ്റുപറ്റി. എന്തായാലും സണ്ണി ജോസഫ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോൺഗ്രസ് തന്നെ നോട്ടീസ് എടുക്കുന്നു. അതിന്റെ പുറകു വശത്ത് വൈറ്റ് കളറിൽ ഇങ്ങനെ കിടക്കുന്നു. നോട്ട് ബുക്ക് ഒന്നും എടുക്കാൻ നിന്നില്ല, ഇരുന്ന് കണക്കൂട്ടി ശരിക്ക് നമ്മൾ പിരിച്ചത് ഒരു 3 കോടി, ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസ് പിടിച്ചത് 1 കോടി, മൊത്തം എത്ര അവസരം ഇതിൽ നിന്ന് ഇങ്ങനെ ഫണ്ട് ചെലവഴിച്ച് ആകെ മൊത്തം ഒരു 6 കോടി ചെലവഴിച്ചു എന്നൊരു കണക്ക് അങ്ങോട്ട് എഴുതി ഉണ്ടാക്കി. നമ്മൾ ആരെങ്കിലും ധനലക്ഷ്മി ബാങ്കിന്റെ വല്ല നോട്ട് മീൻസ് വല്ല കടലാസം മറ്റും നമ്മൾ കണ്ടായിരുന്നു? അവരുടെ സിമ്പിളുള്ള എന്തെങ്കിലും ഒരു പേപ്പർ നിങ്ങളുടെ മുമ്പിലേക്ക് കണ്ടായിരുന്നു? ഇല്ല. ഒരു നോട്ടീസിന്റെ പുറകിലാണ് ഈ കണക്ക് എഴുതി വന്നിരിക്കുന്നത്. അതും കേരളം ചർച്ച ചെയ്യുന്ന, കേരളം ആവശ്യപ്പെടുന്ന ഒരു സീരിയസ് കണക്ക് ഒരു നോട്ടീസിന്റെ പുറകിൽ എഴുതി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്ക് തന്നെ നമ്മളെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ അതേസമയം CPM-ന്റെ അനുബന്ധ സംഘടനകളും ബഹുജന വർഗ സംഘടനകളും കൊടുത്തിരിക്കുന്ന കണക്ക് നോക്കുമ്പോഴാണ് 140 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ഡൽഹി ദേശീയ ഘടകം തന്നെ 92,99,000 കൊടുത്തിരിക്കുന്നു. കേരളം സ്വന്തമായിട്ട് പിരിച്ചിട്ടില്ല. എന്നാൽ സംഗതി അവിടെ കിടക്കട്ടെ. എനിക്കിനി നിങ്ങൾക്ക് കേൾപ്പിക്കാനുള്ളത് ആ പാവം പരുത്തിക്കുരുവിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല സ്മൃതി പരുത്തിക്കാടിന്റെ ആ ഒരു തള്ളിച്ചെയ്യും ആ ഒരു ദേഷ്യവും മറ്റൊക്കെയാണ് നമുക്കിനി കാണേണ്ട കാര്യം. ആ കാൾക്ക് തന്നെ വേണം. അതുകൂടി വന്ന ശേഷമാണ് വീട് നിർമ്മിച്ച് നൽകുമോ, വീട് നിർമ്മിച്ച് തന്നേ പറ്റൂ. പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തോ എന്നുള്ളതല്ല, വീട് നിർമ്മിച്ച ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, വീട് നിർമ്മിക്കാനുള്ള പണമില്ല എന്ന് പറഞ്ഞല്ലോ. പണമില്ല എന്ന് പറഞ്ഞു ഗുണഭോക്താക്കളെന്നറിയാമോ? അങ്ങ് പോയി അന്വേഷിക്കും. CPM-ന്റെ എല്ലാ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അങ്ങോട്ട് വായിക്കും. എങ്ങനെയുണ്ട്? സ്മൃതി പരുത്തിക്കാടിന് ദേഷ്യം പിടിച്ചു. വളരെ നീറ്റായിട്ടുള്ള ചോദ്യങ്ങളല്ലേ. ആർക്കൊക്കെ വീട് കൊടുക്കാം, ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ എന്നുള്ള ലിസ്റ്റ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടോ? ഇനിയും വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പണം വേറെ പിരിക്കണം. വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ പോകുന്നു എന്നർത്ഥം. ഈ പിരിച്ച പൈസ തന്നെ ഇവർ മൊത്തം മുക്കി. നിങ്ങൾ അങ്ങനെ സിംപിളി ആലോചിച്ച് നോക്കി. കോൺഗ്രസിന് വെറും 5 കോടി 6 കോടി മാത്രമാണോ കേരളത്തിന് പിരിച്ചുണ്ടാക്കാൻ കഴിയുക? ഇവിടുത്തെ ഒരു സംഘടന, ഒരു യൂത്തിന്റെ സംഘടന DYFI 20 കോടിയാണ് പിരിച്ചുണ്ടാക്കിയത്. അത് പലവിധ പ്രവർത്തികൾ ചെയ്തുകൊണ്ട്. അങ്ങനെ അവർക്ക് സാധിച്ചെങ്കിൽ ഈ കോൺഗ്രസിന് വെറും 6 കോടി കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ വിശ്വാസയോഗ്യമാവും? ഇന്ത്യ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് എങ്ങനെ അത് വിശ്വാസയോഗ്യമാവുന്നു? നിങ്ങൾ എന്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു? എന്തായാലും സ്മൃതി പരുത്തിക്കാട്ടിന് ഇത് ചൊറിഞ്ഞ് കയറിയിട്ടുണ്ട്. വർത്തമാനം മുഴുവൻ തെറ്റിപ്പോകുന്നുണ്ട്. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി പരിശോധിക്കേണ്ട ഇവിടെ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഇഴകീറി പരിശോധിക്കണമെന്ന്. സ്മൃതി പരുത്തിക്കാടൊക്കെ പലപ്പോഴും ചാനലിരുന്നിട്ട് ഈ CPM-കാരെ ഇഴകീറി പരിശോധിച്ചിട്ട് എല്ല് തിന്ന് പോവാറുണ്ട്, അല്ലെങ്കിൽ എല്ല് തിന്നാൻ വേണ്ടിയിട്ട് നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കാറുണ്ട്. അപ്പോഴൊന്നും സ്മൃതി പരുത്തിക്കാട് വിചാരിച്ചിട്ടുണ്ടാകുന്നില്ല ഞാൻ ഈ പിന്താങ്ങുന്ന ആളുകൾ ഇത്രയും മഹാ അബദ്ധങ്ങളാണെന്ന് ഒരുപക്ഷെ സ്മൃതി പരുത്തിക്കാട്ടിന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി എൻ്റെ പ്രിയ സുഹൃത്തുക്കള് കേൾക്കേണ്ട ഒരു ചെറിയ ചുമ്മാ ഒരു തമാശ മാത്രമാണ്. അതിനെ തമാശയായിട്ട് എടുത്താൽ മതി. ഞാൻ ഈ കല്ല് സാധാരണ കല്ലല്ല. ഞാൻ വന്നിട്ട് എന്നും ഈ കല്ല് ഇങ്ങനെ നനച്ചു കൊടുക്കും. ഇതെന്തിനാ നനക്കണമെന്ന് വെച്ചാൽ ഇത് ഈ കല്ല് ഏതാന്ന് വെച്ചാൽ ഞാൻ വയനാട്ടിൽ നിന്ന് കൊടുക്കുന്ന കല്ലാണ്. നമ്മളെ കോൺഗ്രസ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്ട് വീടിനിട്ട കല്ല. അപ്പോ ലീഗിന്റെയും സർക്കാരിന്റെ ഒക്കെ പദ്ധതി പൂർത്തിയായി അവരുടെ കല്ലുമലൊക്കെ വീട് കയറി. പക്ഷെ കോൺഗ്രസ് ആയതുകൊണ്ട് അത് കോൺഗ്രസ് കയറ്റൂല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മള് ഇപ്പൊ ഇതിങ്ങനെ ഡെയിലി നനച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കല്ലിന് തോന്നിയിട്ട് കല്ല് ഇതുമെന്ന് പൊട്ടി മുളച്ചുകാണ്ട് ചുമരായി കോൺക്രീറ്റ് ആയി വീടായി അങ്ങനെ ആളുകൾക്ക് കോൺഗ്രസിന്റെ വീട് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്നും ഡെയിലി വന്ന്
ഇതിങ്ങനെ നനച്ചു കൊടുക്കും. ഇതുമൊന്ന് ഇങ്ങനെ പ്ലാവോ അല്ലെങ്കിൽ പിന്നെ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. ചേട്ടൻ ഭയങ്കര ട്രോളിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ എന്റെ ചേട്ടന്റെ നന കുറച്ച് കൂടുതലാണ്. ഓവറായിട്ട് നനച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ചെടികളും അതൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന 2 നേരമായിട്ടൊക്കെ ചേട്ടൻ ചുരുക്കണം. എന്തായാലും കോൺഗ്രസ് വീട് വെച്ചു കൊടുക്കില്ല എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ ആ കല്ല് സ്വയം വളർന്നിട്ടെങ്കിലും ഒരു വീടായി മാറട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, എടോ നീ ഒരു എന്താണ് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്, അലോഷി നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന് ചോദിക്കാറുണ്ട്. ചില തെറ്റുകളൊക്കെ കാണുമ്പോൾ അതിന് മറയില്ലാതെ തുറന്നു പറയുന്ന ഒരാളെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ബൈ.